കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനം സംബന്ധിച്ച സർക്കാരിന്റെ ഹർജികളിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് എൻ നഗരേഷാണ് ഹർജികൾ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. ഹർജികൾ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചിലേക്ക് അടുത്ത ദിവസം പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്തുകൊണ്ടാണ് ഈ ജഡ്ജി ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് വാദം കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയ സാഹചര്യം? രേഷ്മ, എന്തുകൊണ്ടാണ് ഈ ഹർജികളിലെ വാദം കേൾക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറിയത്? നിലവിൽ ഈ കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ താൻ പിന്മാറുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ഈ ഹർജി ബെഞ്ചിന് മുന്നിൽ വന്ന സമയത്ത് ജഡ്ജി പറഞ്ഞിട്ടുള്ളത്. സർക്കാരിന്റെ ഹർജികൾ എന്ന് പറയുന്നത് കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിൽ താൽക്കാലികമായിട്ട് വിസി നിയമനം, അത് വിസി നിയമിച്ചത് അത് ശരിയായ നടപടിക്രമങ്ങളിലൂടെ അല്ല എന്ന് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളാണ്. നേരത്തെ ഈ ഹർജികളിൽ ഒരു ഇടക്കാല ഉത്തരവ് ഇടാനായിട്ട് സിംഗിൾ ബെഞ്ച് വിസമ്മതിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിൽ ഇത് പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് എൻ നഗരേഷ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാളെ മറ്റൊരു ബെഞ്ചിന് മുന്നിലായിരിക്കും പ്രസ്തുത ഹർജികൾ എത്തുക. താൽക്കാലികമായിട്ട് വിസി നിയമിച്ച ചാൻസലറുടെ നടപടി തെറ്റാണ് എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ നോട്ടീസ് അയച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു ഹർജികൾ പരിഗണിക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചാണ് പിന്മാറിയത്. നാളെ തന്നെ മറ്റൊരു ബെഞ്ച് പ്രസ്തുത ഹർജികൾ പരിഗണിക്കും. നിരുമ, ശരി. വിസി നിയമനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറിയിരിക്കുകയാണ്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു പങ്കുവച്ചത്.